നമസ്കാരം. വളരെ രുചികരമായ ഒരു മത്തിക്കറി, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എൻ്റെ പേര് ഈശ്വർ പ്രസാദ്. രുചിലോകത്തേക്ക് സ്വാഗതം. ആദ്യമായി ഒരു ചട്ടി ചൂടാക്കാനായി വയ്ക്കാം. മീൻ കറികൾ ഉണ്ടാക്കുമ്പോൾ കഴിവതും മൺചട്ടി തന്നെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ചട്ടി ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. മീൻ കറി ഉണ്ടാക്കാൻ കഴിവതും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. എണ്ണ ചൂടായി തുടങ്ങുമ്പോൾ 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ചേർക്കാം. കടുക് പൊട്ടിത്തുടങ്ങുകയും ഉലുവയുടെ നിറം മാറുകയും ചെയ്യുമ്പോൾ 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചതച്ചത് ചേർക്കാം. 5 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഇതോടൊപ്പം ചേർത്ത് വഴറ്റുക. 2 പച്ചമുളക് ചതച്ചതും ഇതോടൊപ്പം ചേർക്കാം. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുമിച്ച് ചതച്ച് ചേർക്കേണ്ടതില്ല, ഇവ വെവ്വേറെ തന്നെ ചേർക്കാൻ ശ്രമിക്കുക. അടുത്തതായി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചേർക്കാം. ഒരു 15 ചെറിയ ഉള്ളി നല്ല രീതിയിൽ ചതച്ചെടുക്കുക. ചതച്ച ചെറിയ ഉള്ളിയും ചേർത്ത് അല്പനേരം വഴറ്റുക. ഈ ചെറിയ ഉള്ളിക്ക് പകരം സവാള ചേർക്കണമെങ്കിൽ ചേർക്കാം, പക്ഷേ ചെറിയ ഉള്ളി ആയിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. ഉള്ളി ചെറുതായി ഒന്ന് വാടി കഴിയുമ്പോൾ അതിലേക്ക് ഒരു വലിയ ടൊമാറ്റോ കട്ട് ചെയ്തതും ചേർക്കാം. ടൊമാറ്റോ ഒന്ന് വഴറ്റി യോജിപ്പിക്കുക. ഈ സമയം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും. ഉള്ളിയും ടൊമാറ്റോയും ഒന്ന് വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് മുളക് പൊടി ചേർക്കാം. ഇതിൽ ചേർത്തിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടിക്ക് പകരം സാധാ മുളക് പൊടിയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് 1/2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റുക. അടുത്തതായി പുളി ചേർക്കാം. ചെറുനാരങ്ങ വലിപ്പത്തിൽ വാളൻപുളി എടുത്ത് വാളൻപുളി കുതിർത്ത് മിക്സിയിൽ അരച്ച് ഇതിലേക്ക് ചേർക്കാം. ഇവ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 കപ്പ് വെള്ളം ചേർക്കാം, അതായത് ഏകദേശം ഒരു 300 ml ഉണ്ടാകും. 1 ടേബിൾ സ്പൂൺ ഉപ്പും 2 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. തുടർന്ന് ഒന്ന് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തിളച്ചു തുടങ്ങുമ്പോൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ച മീൻ ചേർക്കാം. ഇത് നമ്മൾ ചാളയാണ് ചേർക്കുന്നത്. ചാള അല്ലെങ്കിൽ മത്തി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന മീനാണിത്. മീൻ ചേർക്കുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്തോ, അല്ല എങ്കിൽ ചാള മീനൊക്കെ ആകുമ്പോൾ അല്പം വലിപ്പം കുറവായതിനാൽ സൈഡൊന്ന് വരഞ്ഞ് ആ മുഴുവനെ ചേർക്കുന്നതും നന്നായിരിക്കും. മീൻ ഇട്ടതിന് ശേഷം ചെറുതായി ഒന്ന് ഇതുമാതിരി ഇളക്കി കൊടുക്കുക. പിന്നീട് നമുക്കിത് ഇളക്കാനൊന്നും പറ്റത്തില്ല. ആവശ്യമാണെങ്കിൽ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതിയാകും. ഇനി അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും. ഏകദേശം 10 മിനിറ്റ് ആകുമ്പോഴേക്കും മീൻ നല്ല രീതിയിൽ വെന്തിട്ടുണ്ടാകും. ഇതിലേക്ക് ഒരു 4 പച്ചമുളക് നെടുകെ കീറിയതും 1 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. കറിയുടെ രുചിക്ക് മേമ്പൊടിയൊന്നോണം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർക്കാം. തുടർന്ന് സ്റ്റൗ ഓഫ് ചെയ്യാൻ മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാതെ ഇതുമാതിരി ചെറുതായി ഒന്ന് അനക്കി വെച്ചു കൊടുക്കുക. ഇത് വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും എത്തുന്നതിന് വേണ്ടിയാണ്. രുചികരമായ മത്തിക്കറി റെഡിയായിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റായി രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.